വചനസാരം വചനസാരം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മെയ് 1 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഒരു ചിത്രമുണ്ട്. യൗസേപ്പിതാവ് തൻ്റെ കാർപ്പൻട്രിയിൽ ഉളിയും കൊട്ടുവടിയും ഒക്കെയായി ഉണ്ണീശുവിനോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം. ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വളരെ സാധാരണക്കാരനായ ഒരു മരപ്പണിക്കാരനായിരുന്നു യൗസേപ്പിതാവ്. ഇന്നത്തെ സുവിശേഷത്തിലും യേശുവിനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇവൻ ആ മരപ്പണിക്കാരൻ്റെ മകനല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്. തൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവനം ഉറപ്പുവരുത്തുവാൻ സത്യസന്ധമായി ജോലി ചെയ്തിരുന്ന മരപ്പണിക്കാരനായിരുന്നു യൗസേപ്പിതാവ്. സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായ അപ്പം ഭക്ഷിക്കുക എന്നതിൻ്റെ മൂല്യവും അന്തസ്സും സന്തോഷവുമൊക്കെ വ്യക്തമാക്കുന്നതായിരുന്നു വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ജീവിതം. ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അവൻ്റെ ജോലി എന്തുതന്നെയായാലും ദൈവവുമായി സഹകരിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ സൃഷ്ടാവായി മാറുന്നു. തൻ്റെ ജീവിതത്തിലൂടെ യൗസേപ്പിതാവ് വലിയ മാതൃകകൾ നമുക്ക് മുൻപിലേക്ക് വച്ചു നീട്ടുന്നുണ്ട്. തൻ്റെ ഉത്തരവാദിത്തങ്ങളോട് അങ്ങേയറ്റം വിശ്വസ്തത പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു യൗസേപ്പിതാവ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നത്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്നാണ്. എനിക്ക് തോന്നുന്നത് യേശു ഈ ശാന്തശീലതയും എളിമയുമൊക്കെ കണ്ടുപഠിച്ചത് തൻ്റെ വളർത്തുപിതാവായ യൗസേപ്പിൽ നിന്ന് തന്നെയായിരിക്കണം. ഇന്നേ ദിനം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ എളിമയിലും വിശുദ്ധിയിലും ഉത്തരവാദിത്വ ബോധത്തിലും ജീവിച്ചുകൊണ്ട് നല്ല മാതൃകകൾ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് പകർന്നു നൽകുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.